നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13ാം രാത്രിയും 14ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറക്കമിളയ്ക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രധാന ചടങ്ങ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോകനന്മയ്ക്കു വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠം പൊത്തിപ്പിടിച്ച് പാർവതി ദേവിയും മറ്റെല്ലാ ദേവകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. അതിൻ്റെ സ്മരണയ്ക്കായാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറും. ഭക്ഷ്യവിഷബാധയെന്ന സംശയത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർട്ടനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിൽ അധികവും. 15ഓളം പേരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആശുപത്രി സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 2 പേരെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. സ്കൂളിലെ കുടിവെള്ളത്തിൽ നിന്നാണ് ആരോഗ്യപ്രശ്നം ഉണ്ടായത് എന്നാണ് നിഗമനം. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും സ്കൂളിൽ പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ഡിസോൺ കലോത്സവത്തിന്റെ തിരക്കിൽ കിണറ്റിലെ വെള്ളം മലിനമായതാണ് വിഷബാധയ്ക്ക് കാരണമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഡിസോൺ കലോത്സവത്തിന്റെ ഭാഗമായി 6000ഓളം പേർ അൻസാർ ക്യാമ്പസിൽ എത്തിയിരുന്നു. ഇതിനിടെ അൻസാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരിൽ നിന്ന് പണം ഈടാക്കിയത് പ്രതിഷേധത്തിനിടയാക്കി. ഒരേ മാനേജ്മെന്റിന്റെ കീഴിലാണ് സ്കൂളും ആശുപത്രിയും. ഈടാക്കിയ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് KM സലി തുടങ്ങിയവർ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. AC മൊയ്തീൻ MLA നയിക്കുന്ന കുന്നംകുളം നിയോജകമണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ 3ാം ദിവസത്തെ പര്യടനത്തിന് പുതുശ്ശേരിയിൽ തുടക്കമായി. കഴിഞ്ഞ 10 വർഷക്കാലം ഇടത് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കുന്നംകുളം മണ്ഡലത്തിലുണ്ടായ വികസന മുന്നേറ്റങ്ങളും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ജാഥയുടെ ക്യാപ്റ്റൻ AC മൊയ്തീൻ MLAയും വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചൂണ്ടലാത്തും മാനേജർ MN സത്യനുമാണ്. ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. വെള്ളിയാഴ്ച കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറക്കൽ സെന്ററിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത ജാഥ ഞായറാഴ്ച വൈകിട്ട് എരുമപ്പെട്ടി കടങ്ങോട് ജംഗ്ഷനിൽ സമാപിക്കും. KD ബാഹുലയൻ മാസ്റ്റർ, K കൊച്ചനിയൻ, KT ഷാജൻ മാസ്റ്റർ, സീതാ രവീന്ദ്രൻ, EA ദിനമണി, M പത്മിനി ടീച്ചർ തുടങ്ങിയവർ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ഭക്തിനിർഭരമായി. 3 ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധികലശം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി കുഴുപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി ദിനത്തിൽ രാവിലെ 6:30 അഷ്ടപതി, 7 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേള പ്രമാണിത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, 10 മണിക്ക് നാഗസ്വര കച്ചേരി എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, 7:30 തായമ്പക, രാത്രി 9:30 എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ശിവരാത്രി ദിനത്തിൽ ശ്രീ മഹാദേവന് ഷഡാഭിഷേകം, നെൽപ്പറ, നാണയപ്പറ തുടങ്ങിയ വഴിപാടുകളും നടന്നു. എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ പ്രമാണിത്വം വഹിക്കും. പുരാണ പാരായണം, ക്ഷേത്രകലകൾ, ഫാൻസി വെടിക്കെട്ട്, അന്നദാനം തുടങ്ങിയ പരിപാടികളും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കും. 3 ദിവസങ്ങളിലായി ത്രിദിന ആചാര അനുഷ്ഠാന ആഘോഷ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടന്നത്. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കലാപരിപാടികളുണ്ടായി. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30 പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്യങ്ങളും തിരുവാതിരക്കളിയും, ശനിയാഴ്ച വൈകിട്ട് 7:30 മാക് മ്യൂസിക് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞായറാഴ്ച രാത്രി 12:30 സിനിമാ പ്രദർശനമുണ്ടാകും. ക്ഷേത്രം ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും.
കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ തുടങ്ങി. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് മന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി സജിത് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടക്കുന്നത്. 9 മണി മുതൽ ഭക്തജനങ്ങൾക്കായി വിപുലമായ പ്രസാദഊട്ട് ആരംഭിച്ചു. ക്ഷേത്രാങ്കണ വേദിയിൽ നാമജപാർച്ചന, ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, സോപാന സംഗീതം, ചാക്യാർകൂത്ത് തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നുവരികയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വത്തിന്റെ ഗജവീരന്മാരെ അണിനിരത്തി വിശേഷാൽ എഴുന്നള്ളിപ്പ് മേളം ആരംഭിക്കും. വൈകിട്ട് 4:30 വിവിധ പൂരാഘോഷങ്ങളുടെ വരവാരംഭിക്കും. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് 6:30 ഭക്തിനിർഭരമായ ലക്ഷദീപം തെളിയിക്കൽ, ദീപാരാധന, നാദസ്വരം, ചുറ്റുവിളക്ക്, കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടക്കും. രാത്രി 7:30 മുതൽ 10 വരെ മാക് മ്യൂസിക്സ് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള നടക്കും. അർദ്ധരാത്രിയിൽ വിശേഷാൽ അർദ്ധയാമ പൂജയും ദർശനവും ഉണ്ടായിരിക്കും. ശിവരാത്രിയുടെ തലേദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളുടെ വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ T മാധവ മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് എയ്യാൽ ചുങ്കം സെന്ററിൽ സ്വീകരണം നൽകി. MLA ആയ AC മൊയ്തീൻ ജാഥ ക്യാപ്റ്റനും CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് വൈസ് ക്യാപ്റ്റനായും CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ജാഥ മാനേജരായും ഫെബ്രുവരി 13 കാട്ടകമ്പാൽ ചിറക്കൽ സെന്ററിൽ നിന്നാരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഇന്ന് വൈകിട്ട് എരുമപ്പെട്ടിയിൽ സമാപിക്കും. എയ്യാൽ ചുങ്കം സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിന് പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളനൂർ സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ MK ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, NCP മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ജലീൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, CPI ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ, CPM നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ബൂത്ത് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനായ MLA ഹാരാർപ്പണം നടത്തി. പുനർനിർമ്മിച്ച എടക്കഴിയൂർ റാത്തീബ് മഹ്ലറ പള്ളിയുടെ ഉദ്ഘാടനം നടത്തി. അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് AT കുഞ്ഞിമരക്കാർ ഹാജി അധ്യക്ഷത വഹിച്ചു. എടക്കഴിയൂർ മഹൽ പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി, മഹൽ ഖത്തീബ് T മുഹമ്മദ് ദാരിമി അരിമ്പ്ര എന്നിവർ സംസാരിച്ചു. പള്ളി നിർമ്മാണത്തിന് ഭൂമി വഖഫ് നൽകിയ AT അഷ്റഫ് അലി, പള്ളിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അബ്ദുൾ കരീം ഫാദിലി, എഞ്ചിനീയർ താഹിർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KK അബ്ദുൾ റസാഖ് ഹാജി, അബൂബക്കർ കാസിമി, V ഷക്കീർ, C ഷറഫുദ്ദീൻ, മുസ്തഫ പുതിയടത്ത്, ജലീൽ കാര്യടത്ത്, KV മൊയ്തുണ്ണി, റസാഖ് ബാംഗ്ലൂർ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ NK കുഞ്ഞി മുഹമ്മദ് സ്വാഗതവും കമ്മിറ്റി സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു. ഫെബ്രുവരി 19 കേച്ചേരിയിൽ നടക്കുന്ന DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം യുവതീ സംഗമവും മെഹന്തി ഫെസ്റ്റും സംഘടിപ്പിച്ചു. കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി UP സ്കൂളിൽ നടന്ന യുവതീ സംഗമത്തിന്റെയും മെഹന്തി ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് നിർവഹിച്ചു. കേച്ചേരി മേഖലാ കമ്മിറ്റി അംഗം സാനിയ അധ്യക്ഷയായി. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PS സഹല, കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ, ട്രഷറർ VM നിസാം, PK അജാസ് എന്നിവർ സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ആര്യ, നിവേദ്യ, ഷഹന എന്നിവർ നേതൃത്വം നൽകി. കളരിപ്പണിക്കർ ഗണകകണിയ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം യൂണിറ്റ് രൂപീകരിച്ചു. കുന്നംകുളം ലിവ ടവർ ഹാളിൽ വെച്ചായിരുന്നു യോഗം നടന്നത്. KGKS സംസ്ഥാന ട്രഷറർ പ്രദീപ് പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് സേതു മാധവ പണിക്കർ മുള്ളൂർക്കര അധ്യക്ഷനായി. ജ്യോതിഷ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് പണിക്കർ ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. KGKS സംസ്ഥാന സെക്രട്ടറി രാജേഷ് പണിക്കർ ചേലക്കര മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ട്രഷറർ ആളൂർ മാധവ പണിക്കർ, ജ്യോതിഷ സഭ സംസ്ഥാന ട്രഷറർ സേതു മാധവ പണിക്കർ വരവൂർ, ജ്യോതിഷ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കർ കടവല്ലൂർ, തൃശൂർ ജില്ലാ സെക്രട്ടറി വിശ്വനാഥ പണിക്കർ, KGKS തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബിൻ പണിക്കർ, ജിനാഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ഗുരുവായൂർ കിഴക്കേനടയിൽ ടൗൺ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന പേനത്ത് ഇബ്രാഹിം കുട്ടി ഹാജി നിര്യാതനായി.
80 വയസ്സായിരുന്നു. ഖബറടക്കം ഉച്ചയ്ക്ക് അങ്ങാടിത്താഴം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമ ഹജുമ ഭാര്യയാണ്. നജീബ്, നബീൽ, നാഫില എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.